ഞാൻ നാസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അതിക്രൂരമായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആക്രമിച്ചു എന്ന വാർത്തയാണ് TV തുറന്നപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂർ നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടെ നടക്കുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി ആരാണ് ഇങ്ങനെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ചത്? എന്തെന്നാലും ഒരു അന്വേഷണം നടത്തിയിട്ട് അക്രമിയെ കണ്ടെത്തൽ നിർബന്ധമാണ്. ഞാൻ ആ വാർത്ത കേട്ട സമയം മുതൽ ഈ കുറേ വിഷ്വലുകളൊക്കെ എല്ലാ ചാനലിലും വന്നതിൻ്റെ വിഷ്വലുകൾ പരീക്ഷിച്ചു. ഇവിടെ ഒന്നും തന്നെ വീണ ജോർജിനെ KSUക്കാർ ആക്രമിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം പോലും, ഒരു വീഡിയോ പോലും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ CCTV ക്യാമറയുടെ കാലമാണല്ലോ. അടുക്കളയിലും അരങ്ങത്തും റെയിൽവേ സ്റ്റേഷനിലും റോട്ടിലും എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറയുണ്ട്. ഈ ക്യാമറയിലൊക്കെ എന്തായാലും വീണ ജോർജിനെ ആരാണ് ആക്രമിച്ചത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പറയുന്നത് ഞങ്ങൾ വീണ ജോർജിനെ ആക്രമിച്ചിട്ടില്ല എന്ന്. ഈ വാർത്ത സംപ്രേഷണം ചെയ്ത ചാനലുകൾ ആരും തന്നെ തീർത്ത് പറയുന്നില്ല വീണ ജോർജിനെ യൂത്ത് കോൺഗ്രസ്സുകാർ ആക്രമിച്ചു എന്ന്. കാരണം അവർക്ക് ആർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേസമയത്ത് നമ്മൾ കണ്ട വിഷ്വലിൽ വളരെ രസകരമായൊരു വിഷ്വലുണ്ട് കേട്ടോ. ഈ സമരക്കാർക്ക് നേരെ പോലീസിനൊക്കെ തള്ളി മാറ്റിയിട്ട് വീണ ജോർജ് അവരുടെ ഇടയിലേക്ക് ഓടി വന്ന് എന്തൊക്കെയോ വാഴയെ തോന്നുന്നു വിളിച്ചു പറയുന്നത്. ഇതൊരു മന്ത്രിക്ക് യോജിച്ചതാണോ? എനിക്ക് അതിനേക്കാളൊക്കെ രസമായിട്ട് തോന്നിയത് നമ്മുടെ സ്പീക്കർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഇപ്പോൾ പൊളിറ്റിക്സ് ഒന്നും പാടില്ല, രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വ്യത്യസ്ത ഇതാണ്. പക്ഷെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലുള്ള സമയത്താണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ, മരിച്ചുപോയ നമ്മുടെ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ണൂർ വെച്ചിട്ട് ഈ പറഞ്ഞ DYFIക്കാർ ആക്രമിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ നെറ്റിക്കും മുഖത്തൊക്കെ മുറിവ് പറ്റുകയും ആ പ്രതികളോട് അദ്ദേഹം ക്ഷമിക്കുകയൊക്കെ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ഇത് ചെയ്ത അതിന് കൂട്ടുനിന്ന നമ്മുടെ സ്പീക്കർ അടക്കം അന്നത്തെ അതിനൊക്കെ നേതൃത്വം വഹിച്ച CPMൻ്റെ നേതാക്കളൊക്കെ പറയുന്നത് സമരങ്ങൾ സ്വാഭാവികമാണ്, അത് നമുക്ക് എതിർക്കാൻ കഴിയില്ല. പക്ഷേ അക്രമ സമരങ്ങൾ, ഒരു മന്ത്രിയെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ. ഇതിനു മുമ്പ് നിയമസഭയിൽ നമ്മുടെ മന്ത്രിയും സ്പീക്കറൊക്കെ പറയും നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ നിയമസഭയിൽ പെരുമാറേണ്ടത്, അതിന് മര്യാദ ഇല്ല എന്നൊക്കെ. പക്ഷെ അതൊക്കെ ആ പ്രസംഗമൊക്കെ CPMമാരുടെ പ്രസംഗമൊക്കെ MLAമാരുടെ പ്രസംഗം നിയമസഭയിൽ കേൾക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ വരിക ആ നമ്മുടെ മന്ത്രി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അണ്ടർവെയറാണ് കേട്ടോ. അകത്തുള്ളതൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ അദ്ദേഹം സ്പീക്കറുടെ ചേംബറിലേക്ക് ഓടിക്കയറുകയും ആ കസേരയൊക്കെ നീക്കാൻ വയ്യാത്ത ശിവൻകുട്ടിയൊക്കെ ആ കസേരയൊക്കെ എടുത്ത് മറിച്ചിടുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഇടതുപക്ഷം നടത്തിയാലും വലതുപക്ഷം നടത്തിയാലും നമുക്കിതിന് ന്യായീകരിക്കാൻ പറ്റില്ല. ഇനി അതല്ല, വീണ ജോർജിനെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ട് എതിർക്കുകയും അതിൻ്റെ ഉത്തരവാദികളായ ആളുകളെ മാതൃകാപരമായിട്ട്, രാഷ്ട്രീയമോ പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും വേണം. പക്ഷെ അതിൻ്റെ ഇടക്ക് പറഞ്ഞു കേൾക്കുന്നൊരു വിഷയം എന്ന് വെച്ചാൽ ഈ മുറിവ് ഇപ്പോൾ വീണ ജോർജിൻ്റെ കൈ കാണിക്കുന്നത് എന്തുകൊണ്ടൊന്നൊരു കുത്തിയ മുറിവാണ്, അല്ലാതെ മാന്തിയതോ കല്ലെടുത്ത് എറിഞ്ഞോന്നല്ല. കൈയിൻ്റെ ആ ഭാഗത്ത് മുറിവ് വരണമെങ്കിൽ ഇതിൻ്റെ മുമ്പ് 1-2 വേദിയിൽ അവർ പ്രസംഗിക്കുമ്പോൾ, അതൊരു കണ്ണൂരിൽ തന്നെ രാവിലെ മുതൽ പ്രോഗ്രാമിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവരുടെ കയ്യിൽ ആ മുറിവുണ്ടായിരുന്നു എന്നാണ്. പിന്നെ കഴുത്തിൻ്റെ വേദന, കഴുത്തിന് എന്താ പറ്റിയ, ആരാണത് അവരുടെ കഴുത്ത് പിടിച്ച് തിരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കഴുത്തിൻ്റെ വേദനയും ഇതുപോലെ തന്നെയാണ്. ചിലപ്പോൾ മറ്റെന്തെങ്കിലും രോഗമുണ്ടാകാം. അത് എന്ത് തന്നെ ആയാലും അത് പരിശോധിച്ചിട്ട് അങ്ങനത്തെ വല്ല രോഗവുമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ നല്ല ചികിത്സ കൊടുക്കണം. വീണ ജോർജിൻ്റെ ഈ ആരോഗ്യ വകുപ്പിന് അതിനുള്ള ശക്തിയില്ലെങ്കിൽ നമ്മൾ പിണറായിയൊക്കെ ഒരു ജലദോഷം വന്നാൽ അമേരിക്കയിലൊക്കെ പോകുന്ന പോലെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അതിന് ചികിത്സ നടത്തണം എന്നാണ് എനിക്ക് വിനയത്തോടു കൂടി പറയാനുള്ളത്.